നമസ്കാരം. ഹമാസിന്റെ തലവനായിട്ടുള്ള ഇസ്മയിൽ ഹനിയ ഇറാനിൽ വെച്ചുകൊണ്ട് കൊല ചെയ്യപ്പെട്ട ആ ഒരു വിഷയം ഇസ്രായേലും ഇറാഖും തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോൾ പശ്ചിമേഷ്യയിലുണ്ട്. ഈ സാഹചര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഇസ്മയിൽ ഹനിയ മരിച്ചതിന്റെ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഇറാനിയൻ ഷിയകളുടെ അല്ലെങ്കിൽ ഇറാനിയൻ ആത്മീയ നേതാവായിട്ടുള്ള ഖമൈനി ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇസ്രായേലുമായിട്ട് ഞങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നു, ഇസ്രായേലിനായിട്ട് ഇനി യുദ്ധമാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസ്താവന നടത്തി. ഖമൈനി ഈ ഒരു പ്രസ്താവന നടത്തിയതോടു കൂടി തന്നെ എല്ലാവർക്കും മനസ്സിലായി ഉറപ്പായിട്ടും ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള. ഈ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു സമയത്ത് ഇറാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആയുധങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് റഷ്യയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് ഇതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ഘടകമാകും എന്ന് ഒന്നുമില്ല. കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലവിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് മുട്ടി നിൽക്കാൻ സാധിക്കില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഒരു പ്രധാനപ്പെട്ട വിവരം ഈ പറയുന്ന ഇറാനിയൻ ആത്മീയ നേതാവായിട്ടുള്ള ഖമൈനിയോട് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇസ്രായേലിലെ ഒരു പൗരന് എന്തെങ്കിലും തരത്തിലുള്ള അപായം അല്ലെങ്കിൽ ഒരു പൗരൻ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം ഇറാൻ വലിയ രീതിയിൽ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യം അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലതെന്നുള്ള രീതിയിലേക്കുള്ള വലിയ ഒരു നിലപാട് ഈ ഇറാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്ന ഇറാന്റെ വലിയ രീതിയിലുള്ള സഖ്യകക്ഷി എന്ന് പറയപ്പെടുന്ന റഷ്യയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കും. റഷ്യൻ പ്രസിഡന്റ് നേരിട്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് ഇപ്പോൾ തന്നെ യുദ്ധത്തിന് ഏർപ്പെടും ഇറാൻ എന്ന് പറയുകയും നിരവധി തവണ അതിനു വേണ്ടിയിട്ടുള്ള കുറെ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഈ ഒരു രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇത്രയും ദിവസമായിട്ടും ഉണ്ടായിട്ടില്ല. ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഒരുപാട് മാധ്യമങ്ങൾ കേരളത്തിലിരുന്ന് ഇങ്ങനെ ഒരു അടപ്പ് കൂട്ടിയിട്ടുള്ള കുറെ കലാപരിപാടികൾ പറയുന്നുള്ളത് മാത്രമേ നമ്മൾക്ക് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ആക്രമണത്തിന് ഇറാൻ മുതിർന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന പ്രത്യാക്രമണം അത് ശക്തമായിരിക്കുമെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ബെഞ്ചമിൻ നെതന്യാഹു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രിയും കൂടി ഇത് പറഞ്ഞിരിക്കുകയാണ്. ഒരു പൗരൻ ഞങ്ങളുടെ ഇവിടെ നഷ്ടപ്പെട്ടാൽ, കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള പ്രതികരണം അല്ലെങ്കിൽ അതിനോടുള്ള പ്രതികരണം ശക്തമായിരിക്കും, ഇറാനെ ചാരമാക്കുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസ്താവന തന്നെയാണ് നടത്തിയത്. അപ്പോൾ ഒരു തരത്തിലും ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടാകുന്നത് ലോകത്തിന് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇറാനെ സംബന്ധിച്ച് അവിടുത്തെ ഭരണകൂടം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവിടുത്തെ ഇറാൻ പ്രസിഡന്റ് കാര്യമായിട്ടുള്ള രീതിയിൽ ഇതുപോലെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല. അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അവിടെ പല രീതിയിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നിലവിലെ അവിടുത്തെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ നിലവിലെ ഭരണ സംവിധാനങ്ങൾക്ക് എതിരാണ്. പ്രത്യേകിച്ച് ഒരു മുന്നേറ്റമൊന്നും ഇറാന്റെ ഉള്ളിൽ ഈ ഒരു ആധുനിക കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഇടയിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും ഇറാൻ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. ഏഷ്യയിലെ തന്നെ വലിയ സൈനിക ശക്തികളിൽ ഒന്നാണെന്ന് തങ്ങൾ പറയുമ്പോഴും 40 വർഷത്തോളം പഴക്കമുള്ള ഹെലികോപ്റ്റർ പോലുമാണ് അവിടുത്തെ പ്രസിഡന്റ് ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം ആ ഒരു പ്രസിഡന്റിന്റെ പദവി വഹിച്ചിരുന്ന സമയത്ത് യാത്ര ചെയ്തിരുന്ന ഈ ഒരു ഹെലികോപ്റ്ററിലാണ്. കൂട്ടത്തിൽ ഇത് അവിടെ വെച്ച് മറ്റൊരു പ്രദേശത്ത് വെച്ച് ആരുടെ ഭാഗത്തുണ്ടായ ആക്രമണത്തിലോ അല്ലെങ്കിൽ ഇതിന്റെ തകരാറ് മൂലമോ തകർന്നു വീണ് ഈ പ്രസിഡന്റ് പോലും മരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വലിയ രീതിയിൽ ടെക്നോളജി ഉള്ള ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമില്ല. നിലവിലെ ഭരണകൂടം അതിന് തയ്യാറല്ല എന്നുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൂട്ടത്തിൽ അവരുടെ ആത്മീയ നേതാവാണ് അവസാനത്തെ വാക്ക് എന്നുള്ള രീതിയിൽ ആത്മീയ നേതാവ് എടുക്കുന്ന തീരുമാനമായി ഇറാനിൽ നടപ്പിലാകും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംവിധാനം ആ ഒരു രാജ്യത്തുള്ളതിന്റെ പേരിൽ ഖമൈനി എന്ന് പറയുന്ന അവിടുത്തെ ഷിയകളുടെ നേതാവായിട്ടുള്ള ലോകത്തിലെ ഷിയകളുടെ രാഷ്ട്രമായ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഷിയ മുസ്ലിങ്ങളിൽ ഏറ്റവും വലിയ രീതിയിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറാൻ, എന്നതിൽ തർക്കമില്ല. അപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ വലിയ രീതിയിലുള്ള സൈനിക ശക്തിയാണ് ഇറാൻ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് മൊത്തത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടൊക്കെ തകരാനുള്ള ഒരു സാഹചര്യത്തിലേക്കാകും ഈ പറയുന്ന
ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾക്ക് ബോധ്യപ്പെടും. നിരവധി ഭീകരവാദ സംഘടനകളെ പോറ്റി വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ ഇറാൻ. അതിൽ തർക്കമില്ല. ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യ തലവനായിട്ടുള്ള ഇസ്മയിൽ ഹനിയ, അദ്ദേഹം ഈ ഇറാനിൽ താവളത്തിൽ താമസിക്കുന്ന പോലെയാണ് അവിടെ വലിയ രീതിയിൽ സ്വതന്ത്രമായിട്ട് താമസിച്ചിരുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ചാര സംഘടനയായിട്ടുള്ള മൊസാദ് നിരവധി ഹമാസിന്റെ തലവന്മാരെ വർഷങ്ങളായിട്ട് കൊല ചെയ്യുന്നുണ്ട്. കാരണം ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികൾ ഇസ്രായേലിൽ നിന്നും ഭീഷണിയായിട്ടും അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. 2023 ഒക്ടോബർ മാസം 27 അവർ അതിർത്തി കടന്നു, ഇസ്രായേൽ അതിർത്തി കടന്നുകൊണ്ട് വ്യോമമാർഗവും കടൽ മാർഗവും കരമാർഗവും നടത്തിയ വലിയൊരു ഭീകരാക്രമണത്തിൽ 1500ഓളം സിവിലിയൻസ് ആണ് അവിടെ കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതുപോലെ ഒരു സാഹചര്യം അവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ തരത്തിൽ ഏകദേശം 1 വർഷത്തോളമായിട്ടുള്ള പ്രത്യാഘാതം അല്ലെങ്കിൽ പ്രത്യാക്രമണം അവിടെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 30,000-നും 40,000-നും ഇടയിൽ ജനങ്ങൾ തന്നെ ഈ പറയുന്ന ഗാസയിലും അല്ലെങ്കിൽ റഫയിലും ഖാൻ യൂണിസിലൊക്കെ ആയിട്ട് പാലസ്തീനിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രധാന കാരണക്കാരായിട്ടുള്ളത് ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനമാണ്. അപ്പൊ ആ ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് സാമ്പത്തികമായിട്ടും ആയുധപരമായിട്ടും എല്ലാമുള്ള സഹായം നൽകുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ ആ രാജ്യത്തിന്റെ അകത്ത് കയറി ഹമാസ് തലവന്മാരെ ഓരോരുത്തരെയും കൊല ചെയ്യുക എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് തന്നെ ഈ ഇസ്രായേലിന്റെ ചാര സംഘടനയായിട്ടുള്ള മൊസാദ് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം സാഹചര്യങ്ങളുടെ ഇടയിൽ പോലും അവരുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ മൊസാദിന് സാധിച്ചിട്ടുണ്ട്. അവരുടെ ഒരു വലിയ വിജയമാണ്. ആ ഒരു ശക്തി തന്നെയാണ് എപ്പോഴും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അഭിമാനമായിട്ട് ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു അവസ്ഥയിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങളിലും നടപ്പിലാക്കിയിരിക്കുന്നു. തിരിച്ചടിക്കാനും അതോടൊപ്പം ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുമുള്ള എല്ലാ സംവിധാനവും ഇസ്രായേൽ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിരോധത്തെ തകർത്തുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കാൻ ഇറാന് സാധിക്കുമോ എന്നുള്ളത് വലിയ സംശയമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇറാനെ സംബന്ധിച്ച് ഇറാൻ മറ്റൊരു തരത്തിലും ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പ്രത്യാക്രമണമായിരിക്കും ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്ന് നിലവിൽ അവിടുത്തെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ പലരും തന്നെ ഇറാനോട് ഇതുപോലെയൊരു സംഭവം ഉണ്ടാക്കാനുള്ള സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, ചർച്ചയിലേക്കും സമാധാനത്തിന്റെ പാതയിലേക്കും ഓരോരുത്തരും മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ലോകത്തിനും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനും നല്ലതെന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അതിന്റെ പേരിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിട്ടുള്ള റഷ്യ പോലും ഒരു കാരണവശാലും ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് ഒരു മണ്ടത്തരത്തിലേക്ക് പോകരുത് എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞന്മാരെ ഏകദേശം 40ഓളം പേരെയാണ് ഇസ്രായേൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ എത്രത്തോളം ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നോ അത് അത്രത്തോളം വലിയ രീതിയിൽ ഇസ്രായേലിന് ഭീഷണിയായിരിക്കുമെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടും കൂട്ടത്തിൽ അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളായിട്ടുള്ള സൈനിക തലവന്മാരെയും ഇതുപോലെ മൊസാദിനെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ പല ഘട്ടങ്ങളിലായിട്ട് കൊന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഇറാനെ നശിപ്പിക്കും ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ എന്നുള്ള സൂചന വർഷങ്ങളായിട്ട് തന്നെ ഇസ്രായേൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രസിഡന്റും അവരുടെ ഭരണ സംവിധാനവും പരസ്യമായിട്ട് പറഞ്ഞ പോലെ ഇറാൻ ചാരമാകുമെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. ബിബിലാൽ ഫാസ്റ്റ് ഫുഡ്സ്.